നാദാപുരം ഷിബിൻ വധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച യൂത്ത് ലീഗ് കുറ്റവാളികളെ ജയിലിൽ സന്ദർശിച്ച് യൂത്ത് ലീഗ് നേതാക്കൾ. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മുയീൻ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രതികളെ തവനൂർ ജയിലിലെത്തി കണ്ടത്. സന്ദർശനത്തോട് പ്രതികരിക്കാതെ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ ഒഴിഞ്ഞുമാറി. ലതീഷ് നൽകും സമഗ്ര വിവരങ്ങൾ. കേൾക്കാമോ? നാദാപുരം തൂണേരിയിലെ CPIM DYFI പ്രവർത്തകനായ 19കാരൻ ഷിബിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഹൈക്കോടതി മുസ്ലിം ലീഗ് പ്രവർത്തകരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. ഈ കുറ്റവാളികൾ ഇപ്പോൾ തവനൂർ ജയിലിൽ കഴിയുകയാണ്. ഇവരെയാണ് മുസ്ലിം ലീഗ് നേതാവും യൂത്ത് ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റുമായ മുയീൻ അലി തങ്ങൾ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചത്. നാദാപുരത്തെ യൂത്ത് ലീഗ് നേതാവിനൊപ്പമാണ് മുയീൻ അലി തങ്ങൾ ജയിലിലെത്തി യൂത്ത് ലീഗ് ക്രിമിനൽ സംഘത്തെ കണ്ടത്. ലീഗ് നേതൃത്വം എക്കാലവും സംരക്ഷിച്ചു പോകുന്ന പ്രതികൾ തന്നെയാണ് ഇവരെല്ലാവരും. യൂത്ത് ലീഗ് നാദാപുരം മണ്ഡലം ജനറൽ സെക്രട്ടറി ഹാരിസിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചാണ് മുയീൻ അലി തങ്ങൾ തന്നെ ജയിൽ സന്ദർശനം പുറത്തുവിട്ടത്. ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്കായി സുപ്രീം കോടതിയിൽ പാർട്ടി നിയമപോരാട്ടം നടത്തുമെന്നും ഇതിനായി ഹാരിസ് ബീരാനെ ചുമതലപ്പെടുത്തിയതായുമെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റിൽ മുയീൻ അലി തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എക്കാലവും മുസ്ലിം ലീഗ് നേതൃത്വം ഈ ക്രിമിനൽ സംഘത്തെ സംരക്ഷിച്ചു പോന്നിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് മുയീൻ അലി തങ്ങളുടെ പുതിയ സന്ദർശനം. എന്നാൽ സന്ദർശനത്തോട് പ്രതികരിക്കാൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ തയ്യാറായില്ല. കേസിലെ പ്രതികളുടെ CPM നേതാക്കൾ ജയിലിൽ സന്ദർശിച്ച സമാനമായൊരു നടപടിയാണ് ഇന്നലെ ഉണ്ടായത്. അതായത് ഈ തൂണേരി കേസിലെ പ്രതികളെ 2015 ജനുവരി 22-നാണ് നാദാപുരം വെള്ളൂരിലെ DYFI CPIM പ്രവർത്തകനായ ഷിബിൻ മാരകമായ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. മുസ്ലിം ലീഗിൻ്റെ ക്രിമിനൽ സംഘം നടത്തിയ അരുംകൊലയായിരുന്നു ഷിബിൻ വധക്കേസ്. നിയമപോരാട്ടത്തിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ വിചാരണ കോടതി പ്രതികളെയെല്ലാം വെറുതെ വിട്ടു. എന്നാൽ ഷിബിൻ്റെ അച്ഛൻ ഭാസ്കരൻ ഉൾപ്പെടെ നടത്തിയ നിയമപോരാട്ടത്തിനൊടുവിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ 14-ന് പ്രതികളെയെല്ലാം ശിക്ഷിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് വന്നു. മുഴുവൻ പ്രതികളെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. എന്നാൽ കേസിലെ ഒന്നാം പ്രതിയും ലീഗ് ക്രിമിനൽ സംഘവുമായ തെയ്യമ്പാടി ഇസ്മയിൽ ഇപ്പോഴും വിദേശത്ത് കഴിയുകയാണ്. ഈ ക്രിമിനൽ സംഘങ്ങളെ എന്നും സംരക്ഷിക്കുന്ന നിലപാടാണ് മുസ്ലിം ലീഗ് നേതൃത്വം സ്വീകരിച്ചത്. അത് തുടരുന്നത് തന്നെയാണ് മുയീൻ അലി തങ്ങളുടെ സന്ദർശനത്തിലൂടെ വീണ്ടും വ്യക്തമാകുന്നത്. ഇക്കാര്യത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറിയ ലീഗ് നേതൃത്വത്തിൻ്റെ നിലപാടും ഇക്കാര്യം ഊട്ടിയുറപ്പിക്കുന്നു.